ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല കോട്ടയം സ്റ്റൈൽ അടിപൊളി മുളകിട്ട ഒരു മീൻകറിയാണ് കേട്ടോ. അപ്പോൾ കോട്ടയം സ്റ്റൈൽ മീൻകറി ഇതുവരെ തയ്യാറാക്കാത്തവർക്കും തയ്യാറാക്കി നോക്കിയിട്ട് ശരിയാക്കാത്തവർക്കും വേണ്ടി ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. കറക്റ്റായിട്ട് ഞാൻ പറയുന്ന പോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ ഇതുപോലെ കണ്ടിട്ട് ചെയ്യുകയാണെങ്കിൽ അടിപൊളി മീൻകറി നിങ്ങൾക്കും തയ്യാറാക്കാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ വാളമീനാണ് എടുത്തിരിക്കുന്നത്. അതിന് മുമ്പ് പറയാനുള്ളത്, നിങ്ങളാരും ലൈക്ക് ഇടുന്നില്ല. എല്ലാവരും വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ ലൈക്ക് ബട്ടണിൽ ഒന്ന് അമർത്തിയിട്ട്, അത് അമർത്താൻ വലിയ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഒരു ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് വീഡിയോ കാണാൻ തുടങ്ങുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വാളമീൻ എടുത്തിട്ടുണ്ട്. അതൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ബാക്കി എന്തൊക്കെയാണ് ഇതിന് ആവശ്യമുള്ളത് നോക്കാം. ഞാനിത് ഇത്രയും ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂടുതലും കട്ടി കൂടാനും കോട്ടയം സ്റ്റൈൽ മീൻകറി വയ്ക്കും പ്രത്യേകിച്ചും ചുവന്നുള്ളിയാണ് എടുക്കേണ്ടത്. പിന്നെ അതാ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളകും പിന്നെ നമ്മുടെ നാടൻ കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇതിന് വേണ്ടിയിട്ടുള്ള ചേരുവകൾ. അപ്പോൾ ഇതിൽ നമ്മൾ തക്കാളി ഉപയോഗിക്കുന്നില്ല. കോട്ടയം സ്റ്റൈൽ മീൻകറി വയ്ക്കുമ്പോൾ തക്കാളി ഉപയോഗിക്കില്ല കേട്ടോ. പകരം നമ്മൾ കുടംപുളി മാത്രമാണ് എടുക്കാറ്. അപ്പോൾ അതാ ഞാനിവിടെ കുടംപുളി നന്നായി കഴുകിയിട്ട് നല്ല ചൂട് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ പുളിയൊക്കെ പെട്ടെന്ന് ഇറങ്ങാൻ നല്ലതാണ് കേട്ടോ, ചൂട് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുമ്പോൾ. അപ്പോൾ അത് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള ചട്ടിയൊക്കെ ഇവിടെ അതാ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഫ്ലെയിം ഓണാക്കി അതായത് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ അതാ നമ്മൾ നാടൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കോട്ടയം സ്റ്റൈൽ മീൻകറിക്ക് പ്രത്യേകിച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുക. അതാണ് അതിൻ്റെ സ്പെഷ്യൽ. കുറച്ചധികം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കും കേട്ടോ, എന്നാലാണ് ടേസ്റ്റ് കൂടുതലുണ്ടാവുക. അപ്പോൾ അതാ ഞാനൊരു നുള്ള് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ മീൻകറി വയ്ക്കുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കാറില്ല, പക്ഷേ കോട്ടയം സ്റ്റൈൽ മീൻകറിക്ക് ഒരല്പം കടുകും കൂടിയാവാം കേട്ടോ. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഒരല്പം ഉലുവ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു നുള്ളു ഉലുവ മതി. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് മൂത്ത് വന്നോട്ടെ. അപ്പോൾ അതൊക്കെ സിമ്മിലിട്ടിട്ട് ചെയ്യണം കേട്ടോ. കടുക് നല്ല എണ്ണ ചൂടായിട്ട് കടുക് പൊട്ടുമ്പോൾ തന്നെ സിമ്മിലിടണം, അല്ലെങ്കിൽ ഉലുവ കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റ് പോവും. അപ്പോൾ ഉലുവ കരിഞ്ഞു പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതാ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായി ബ്രൗൺ കളറായിട്ട് ഡ്രൈ ആവരുത്, അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഇട്ടിട്ട് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. ഹൈ ഫ്ലെയിമിലിടുമ്പോൾ നമ്മൾ അടുത്ത് തന്നെ നിന്ന് അത് ഇളക്കി കൊടുത്ത് ശ്രദ്ധിക്കണം. അപ്പോൾ അതാ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ച ചുവന്നുള്ളിയും അതുപോലെ കുറച്ച് കറിവേപ്പിലയും പിന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ പച്ചമുളകും ചുവന്നുള്ളിയൊക്കെ ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ. അപ്പോൾ ചുവന്നുള്ളി എടുക്കുമ്പോൾ ഇതിന് പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ട് വരണം. അപ്പോൾ അതാ നന്നായിട്ട് മിക്സാക്കി കൊടുത്ത് ഒന്ന് പരത്തിയിടുമ്പോൾ അതൊന്ന് മൂത്ത് വരും കേട്ടോ. അപ്പോൾ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലാണ് തീ വെച്ചിരിക്കുന്നത്. നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്നുണ്ട്, നന്നായി മൂത്ത് വരുന്നുണ്ട്. ഒരു കളറൊക്കെ മാറി ബ്രൗൺ കളറായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതാ ഉള്ളി വാടിയ ശേഷം നമ്മളിതാ 2 ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കോട്ടയം സ്റ്റൈൽ മീൻ കറിയാകുമ്പോൾ കുറച്ച് എരിവ് മുന്നിട്ട് നിൽക്കും, അതാണ് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ അതാ ഞാൻ 2 ടേബിൾ സ്പൂണ് നിറയെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി പൊടിയാണ് പ്രത്യേകിച്ച് ഇടേണ്ടത്. നമ്മുടെ കയ്യിലുള്ള മുളക് പൊടി ഏതും ഇടാം. കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതാ നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്ന, മല്ലിപ്പൊടി ഒരിക്കലും ഇതിൽ ചേർത്ത് കൊടുക്കരുത്. നമ്മൾ ആ ഒരു ഉള്ളി മൂപ്പിച്ചതിൽ തന്നെ അതിട്ടിട്ട് നമ്മൾ വാട്ടി കൊടുക്കുകയാണ്. അതിൻ്റെ ആ ഒരു മുളക് പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് മൂപ്പിച്ചെടുക്കാൻ, കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അത് ആ എണ്ണയ്ക്കൊന്ന് തെളിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പുളി വെള്ളത്തിലിട്ടല്ലോ, അപ്പോൾ ആ പുളി വെള്ളത്തിലിട്ട് അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചെടുത്തിട്ട് ഈ മസാല ഒന്നും കൂടി മൂപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് തീയൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് പെട്ടെന്നായി കിട്ടും. അത് നമ്മുടെ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ മസാല ഒന്ന് കട്ടി
കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും കട്ടിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എണ്ണ തെളിഞ്ഞ് വന്ന ബാക്കിയുള്ള വെള്ളവും പുളിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ബാക്കി ഈ കറിക്കുള്ള വെള്ളവും കൂടി കുറച്ചും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളച്ച് വറ്റാനുള്ള ആ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതുവരെ ഇതിൽ ഉപ്പിട്ടിട്ടില്ല, അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കറിക്കുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കിയതിന് ശേഷം അത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അടച്ച് വെച്ചിട്ട് ആ ഒരു പുളിയും അതിൻ്റെ ആ മസാലയൊക്കെ ഒന്ന് തിളച്ച് ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തുറന്ന് നോക്കിയപ്പോൾ ഇപ്പോൾ കറി ഇതാ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ ഏത് മീൻ വേണമെങ്കിലും വെക്കാം കേട്ടോ. പ്രത്യേകിച്ച് കഷ്ണം മീനാകുമ്പോഴാണ് പ്രത്യേക ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ ഇതാ നമ്മളെ മീനൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തിട്ട് ഇനി കഷ്ണത്തിന് പിടിക്കാനുള്ള ഉപ്പ് ഇല്ലെങ്കിൽ അതും കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഉപ്പ് നോക്കിയിട്ട് കുറച്ച് കുറവുണ്ടായിരുന്നു, കഷ്ണത്തിൽ പിടിക്കാനുള്ള ഉപ്പ് കുറവുണ്ടായിരുന്നു. അതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കയ്യിലുകൊണ്ട് നമ്മുടെ സ്പൂൺ കൊണ്ട് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല കുത്തി ഇളക്കരുത്, അപ്പോൾ കറിയുടെ ടേസ്റ്റ് പോകും. ഒന്ന് ചെറുതായിട്ടൊന്ന് കറി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മീൻ കഷ്ണം വേവുന്നത് വരെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കണം. അപ്പോൾ 10 മിനിറ്റ് തിളയ്ക്കുമ്പോൾ തന്നെ ഇതിൽ ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിച്ചോളും. അപ്പോൾ ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ വേവിച്ചെടുക്കുക കേട്ടോ. ഹൈ ഫ്ലെയിം ടു മീഡിയം ഫ്ലെയിം, അതിൽ ലോ ഫ്ലെയിമിലിടരുത്. ഹൈ ഫ്ലെയിമോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമോ. ഒരു 10 മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ കറി 10 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ മീനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇനി നമ്മൾ ഇളക്കുന്നില്ല, ഒന്ന് കൈ കൊണ്ട് ഒന്ന് ചുറ്റി കൊടുക്കുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ കയ്യിൽ കൊണ്ട് ഈ സമയത്ത് ഇളക്കുമ്പോൾ കറിയുടെ ടേസ്റ്റ് പോകും. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് തീ നല്ല കുറച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇതേപോലെ തന്നെ ഈ ഒരു കറിവേപ്പിലയൊക്കെ അങ്ങനെ കിടന്ന് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ കറി 5 മിനിറ്റ് തിളപ്പിച്ച് നന്നായിട്ട് വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല അടിപൊളി സ്മെല്ലായിട്ട് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഇതിൽ ചേർക്കാൻ പോകുന്നത് ഒരു അല്പം ഉലുവപ്പൊടിയാണ്. ഉലുവ ഒന്ന് ചെറുതായി ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്താണ് കേട്ടോ. അപ്പോൾ ഈ കറിക്ക് പ്രത്യേക ടേസ്റ്റ് കിട്ടും. കോട്ടയം സ്റ്റൈൽ മീൻ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് തരുന്നത് ഈ ഒരു ഉലുവ പൊടിച്ചാണ്. ഇനി നമുക്ക് കുറച്ച് ഒരു അല്പം വെളിച്ചെണ്ണ കൂടി ഒന്ന് തൂവിച്ച് കൊടുക്കാം കേട്ടോ. ഒരു അല്പം മതിയാവും, ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ ഉലുവപ്പൊടിയും അതുപോലെ ഈ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇത് ആ ചൂടോടെ തിളയ്ക്കുന്നതാണ് കേട്ടോ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതാണ്. ആ ഒരു ചൂടിൽ അതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അതും കൂടി ആയപ്പോൾ അത് അടിപൊളി മീൻകറിയുടെ മണം അങ്ങനെ അടിക്കുന്നുണ്ട് കേട്ടോ. ആഹാ, എന്ത് മണമെന്നറിയോ ഈ ഒരു മീൻകറിക്ക്. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ നമുക്ക് ഒരു പറ ചോറുണ്ണാൻ തോന്നും കേട്ടോ. സൂപ്പർ കറിയാണ്. നല്ല അടിപൊളി കൊടമ്പുളി ഇട്ട നല്ല മുളകിട്ട കോട്ടയം സ്റ്റൈൽ മീൻകറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കുമ്പോൾ ഇതാ നിങ്ങൾക്ക് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് സൂപ്പറായിട്ടുള്ള ഒരു കറി ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഈ കറി നമ്മളെ മീൻ കിട്ടിയ സമയത്ത് തന്നെ മീൻ വേഗം വെട്ടി വൃത്തിയാക്കിയിട്ട് അപ്പം തന്നെ കറി വെച്ച് നോക്കി നോക്കൂ. ഉച്ചയാകുമ്പോഴേക്കും ഈ ഒരു കറി അടിപൊളി ടേസ്റ്റിൽ സൂപ്പറായിട്ട് കിട്ടും കേട്ടോ. അത് പറഞ്ഞാൽ ഇരിക്കും തോറും ഈ കറിക്ക് ടേസ്റ്റ് കൂടി വരും. ഞാൻ കുറച്ച് നേരം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ കണ്ടില്ലേ, അടിപൊളി നമ്മുടെ ഫേമസ് ആയിട്ടുള്ള കോട്ടയം സ്റ്റൈൽ മീൻ കറി ഇതാട്ടോ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പാലക്കാടുള്ള ഞാൻ ഈ മീൻ കറി വെച്ചിട്ട് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഓരോ സ്റ്റെപ്പും
സ്കിപ്പ് ചെയ്യാതെ അതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ അടിപൊളി മുളകിട്ട മീൻകറി തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഈ മീൻകറി എത്ര എടുത്ത് വെച്ചാലും കേടുവരില്ല കേട്ടോ. തിളപ്പിച്ച് കഴിക്കുന്തോറും ഈ മീൻകറിയുടെ ടേസ്റ്റ് കൂടി വരും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.